ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഹരിത കേരളം മിഷന്റെ ഗ്രീൻ പ്രോട്ടോകോൾ സംവിധാനം നിലവിൽ വന്നു. ഇതിന്റെ ഭാഗമായി പേപ്പറിലും പ്ലാസ്റ്റിക്കിലും തെർമോകോളിലും നിർമ്മിതമായ എല്ലാത്തരം ഡിസ്പോസിബിൾ വസ്തുക്കളുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാലിന്യം രൂപപ്പെടുന്നതിന്റെ സാധ്യത പരമാവധി കുറച്ചു. ജൈവമാലിന്യം പുനരുപയോഗപ്പെടുത്തിയും അജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ചും ജലത്തിന്റെ ഉപയോഗവും ഊർജ്ജ സംരക്ഷണവും ഉറപ്പുവരുത്തിയുമാണ് ഹരിത പ്രോട്ടോകോൾ സർട്ടിഫിക്കറ്റ് നേടിയത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാനത്തെ സർവകലാശാലകളെ അന്താരാഷ്ട്ര മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയ്ക്കായി 241 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കുസാറ്റ് ലേക്ക് സൈഡ് ക്യാമ്പസിലെ സ്കൂൾ ഓഫ് മറൈൻ സയൻസസിൽ 36 കോടി രൂപ ചെലവിൽ 29 ഹൈടെക് ഉപകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നത്. ഇവയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് പ്ലാറ്റ്ഫോം, DNA സീക്വൻസർ, മൈക്രോവേവ് ഫ്യൂഷൻ ഡൈജസ്റ്റർ, ഹൈ റെസൊല്യൂഷൻ മാസ് സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ ഇതിൽപ്പെടും. ലബോറട്ടറി ഉപകരണങ്ങൾക്കായി 149 കോടി രൂപയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് 92 കോടി രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭയിലെ പൊട്ടച്ചാൽ, പരുത്തേരി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് നടപ്പാക്കുന്ന പ്രളയ നിവാരണ പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെന്റ് അംഗീകാരം നൽകി. നഗരസഭയിലെ അൽഫിയ നഗർ, അറഫ നഗർ, വിദ്യാനഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ടാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നടപ്പാക്കുന്നത്. പദ്ധതി 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ജലവിഭവ വകുപ്പ് മാപ്പിംഗ് നടത്തിയാണ് പ്രളയ പരിഹാര പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതി പ്രകാരം ബോക്സ് കൾവേർട്ട് ഉപയോഗപ്പെടുത്തി പ്രദേശത്തെ തോടിന്റെ വീതി കൂട്ടി സംരക്ഷിക്കും. മഴക്കാലത്തെത്തുന്ന വെള്ളം മുഴുവനും സുഗമമായി ഒഴുകിപ്പോകാൻ വഴിയൊരുക്കുന്ന വിധത്തിലാണ് പദ്ധതിയുടെ രൂപകൽപ്പന. തോടിന്റെ വീതി 1037 മീറ്റർ ദൈർഘ്യത്തിൽ കൂട്ടും. കയ്യേറ്റം മൂലം തോടിന്റെ വീതി പല സ്ഥലങ്ങളിലും ഗണ്യമായി കുറഞ്ഞിരുന്നു. ഇതിനാലാണ് മഴക്കാലത്ത് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് ജലവിഭവ വകുപ്പ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ജില്ലയിലെ വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷൂറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം വീണ്ടും ലഭിച്ചു. 8 വിഭാഗങ്ങളിലായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തിയത്. ഇതിൽ 93% സ്കോർ വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം നേടി. ഈ അംഗീകാരത്തിന് 3 വർഷ പ്രാബല്യമാണ് ഉള്ളത്. 3 വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പരിശോധന വീണ്ടും ഉണ്ടാകും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. ഈ അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മെച്ചപ്പെട്ട കാത്തിരിപ്പ് സ്ഥലങ്ങൾ, ടോയ്ലറ്റ്, കുടിവെള്ള സൗകര്യങ്ങൾ, ഭിന്നശേഷി സൗഹൃദം, സ്വകാര്യതയുള്ള പരിശോധനാ മുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടപ്പള്ളിയിലെ നവീകരിച്ച ചെങ്ങമ്പുഴ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ നവീകരണ പ്രവൃത്തികൾ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ 4,25 ലക്ഷം രൂപയുടെ സഹായത്തോടെയാണ് പൂർത്തിയാക്കിയത്. വർഷത്തിലെ എല്ലാ ദിവസവും സാംസ്കാരിക പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്ക്. ഫലപ്രദമായ ജലനിർഗമന സംവിധാനവും പാർക്കിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ നടപ്പാതയും തയ്യാറാക്കിയിട്ടുണ്ട്. നടപ്പാതയോട് ചേർന്ന് മരങ്ങൾ പരമാവധി നിലനിർത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.